അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു ട്രേഡിംഗ് സോഫ്റ്റ്വെയർ, ആൽഗോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ട്രേഡിംഗ് റോബോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സോഫ്റ്റ്വെയർ നമുക്ക് ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്ന് ഓരോരുത്തർക്കും കണ്ട് ബോധ്യപ്പെടാൻ അവസരമില്ലാത്തതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ പെർഫോമൻസ്, ട്രേഡിങ്ങിനെ കുറിച്ച് ധാരണയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ധാരാളം ട്രേഡിംഗ് റോബോട്ടുകൾ നാം കാണുകയും ഉപയോഗിക്കുകയും ബാക്ക് ടെസ്റ്റ് എടുക്കുകയും ഡെമോയിൽ ചെക്ക് ചെയ്യുകയുമൊക്കെ ചെയ്തത് നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ടാകും. ഈ റോബോട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു റോബോട്ടാണ്. നമ്മുടെ ടീമുകൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന റോബോട്ടുകളിലൊന്നാണ്. റോബോട്ട് ഉണ്ടാക്കുക എന്നത് വലിയൊരു സംവിധാനമൊന്നുമല്ല. അത്യാവശ്യം കോഡിംഗ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായി നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ അതിൽ നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നതാണ് അതിലേറ്റവും മർമ്മപ്രധാനമായ ഭാഗം. നമുക്ക് ഏത് മാർക്കറ്റ് കണ്ടീഷനിലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ റോബോട്ടുകൾ. അതേപോലെ നാം ഇടുന്ന ട്രേഡുകൾ ലോസിലേക്ക് പോകുമ്പോൾ അത് നാം ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് മാറിയാണ് ഈ റോബോട്ട് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യമായാൽ ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ലോസ് വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അക്കൗണ്ട് മൊത്തത്തിൽ വാഷ് ഔട്ടായി പോകുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ആവറേജ് ചെയ്യുകയും ആവറേജ് ചെയ്യുമ്പോൾ തന്നെ അത് മാർട്ടിങ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ലോഡ് സൈസിലേക്ക് മാറുകയും ചെയ്യുന്ന രീതി വളരെ അപകടം പിടിച്ചതാണ്. എന്നാൽ വലിയ അൺലിമിറ്റഡ് ക്യാപിറ്റൽ ഉള്ളവർക്ക് അത് വലിയ പ്രോഫിറ്റ് നേടിത്തരാൻ ഒരു പക്ഷേ സാധ്യതയും ഉണ്ട്. എന്നാൽ $1000 അല്ലെങ്കിൽ $5000 ഉള്ള ആളുകൾക്ക് അത് വലിയ ഡേഞ്ചറാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, ഈ ഗ്രാഫ് സഞ്ചരിക്കുന്നത് താഴോട്ടാണ്. അതായത് 500 ആകെ നമ്മുടെ ക്യാപിറ്റൽ വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് $200 ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ ഒരുമിച്ച് അടിച്ച സമയത്ത് നമ്മുടെ അക്കൗണ്ട് പോയത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ, ഈ ചാർട്ടിൽ, അതിൻ്റെ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ ലാസ്റ്റ് അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് സംവിധാനം, ഇത് ഞാനൊരു വർഷത്തെ ബാക്ക് ടെസ്റ്റ് എടുത്ത അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാനത് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇവിടെ 2 മാസത്തിൽ താഴെയുള്ള ദിവസത്തിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല ഞാൻ കുറച്ച് കടന്ന കൈ എടുത്തുകൊണ്ടാണ് ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റോപ്പ് ലോസ് $15 ടാർഗറ്റ് $40 സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. അതായത് നമ്മുടെ റോബോട്ട് ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് എത്രമാത്രം അത് കറക്റ്റായ എൻട്രിയാണ് എന്ന് നിങ്ങളെ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ $10 പ്രോഫിറ്റ് വെക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ട്രേഡുകളും പ്രോഫിറ്റിൽ തന്നെയായിരിക്കും കലാശിക്കുക. ഇതൊരു പക്ഷേ 25%, 30%, 35% പ്രോഫിറ്റിലേക്ക് പോയിട്ട് പിന്നീട് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. എന്നിട്ടും ഇവിടെ നടന്നിട്ടുള്ള ട്രേഡുകൾ ഒരുപാടധികം പ്രോഫിറ്റ് നേടിത്തന്നിട്ടുണ്ട്. മാത്രമല്ല ടാർഗറ്റ് 40%, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് 15% ആയതിനാൽ 2 സ്റ്റോപ്പ് ലോസും 1 ടാർഗറ്റും കിട്ടിയാലും നമുക്ക് ലാഭമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ രൂപത്തിലാണ് ഈ ബാക്ക് ടെസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ആദ്യമായി ഈ മേഖലയിൽ വലിയ പരിചയമില്ലാത്ത ആളുകൾ ഇത് വീക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു അമ്പടയാളം കാണാം. ഈ ചുവന്ന നിറത്തിലുള്ള അമ്പടയാളം സെല്ലിനെ സൂചിപ്പിക്കുന്നു. അത് താഴെ പോയി ക്ലോസ് ചെയ്തത് കാണാം. അത് ടാർഗറ്റ് അച്ചീവ് ആയതായിട്ടാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ട്രേഡ് ഇടുന്ന സമയത്ത് ബൈയും സെല്ലും ഇട്ട എൻട്രി ലൈന് നമുക്ക് ഒരു കളറിലും പച്ച നിറത്തിലും, അതേപോലെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒരു ചുവന്ന കളറിലുള്ള ലൈനായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ചില സമയങ്ങളിൽ നമുക്ക് എൻട്രി എടുത്ത ആ ലൈനും ടാർഗറ്റ് നിൽക്കുന്ന ലൈനും ഒരു പക്ഷേ സ്ക്രീനിൽ കണ്ടേക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് കാണും, കാരണം അത് $15 ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചുവന്ന ലൈന് മുകളിലുണ്ട്, താഴെയാണ് എൻട്രി എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോയി വീണ്ടും അത് ലോസിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ നേരെ ഡബിളാണ് നമ്മൾ അവിടെ
ടാർഗറ്റ് വെച്ചിരുന്നതെങ്കിൽ എപ്പോഴോ അത് ടാർഗറ്റ് അടിക്കും. എന്നാൽ ഇവിടെ വിപരീതമായി നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോബോട്ടിനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു തെളിവ് നിങ്ങളെ കാണിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ റോബോട്ട് സോഫ്റ്റ്വെയറിൽ 2 തരത്തിലുള്ള ഓപ്ഷനുകൾ, അതായത് നമ്മുടെ ലോസ് കുറക്കാൻ ആവശ്യമായ ഓപ്ഷനുകളുണ്ട്. അതായത് ഒരു നേരിയ പ്രോഫിറ്റിലേക്ക് എത്തിയാൽ തന്നെ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രൂപമുണ്ട്. ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് ഒരിക്കലും അത് നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുകയില്ല. അതുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റിലെങ്കിലും അത് ക്ലോസ് ആകും. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഈ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞുകൊണ്ട് പിന്നീടത് യഥാർത്ഥ നമ്മളെ ടാർഗറ്റിലേക്ക് പോയത് നമുക്ക് ആ ടാർഗറ്റ് എടുക്കാൻ പറ്റാതെ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ നമുക്കിത് ലോസ് വരാതിരിക്കാൻ ഈ ഒരു സംവിധാനം ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംവിധാനം ഓഫ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഇതിൽ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ എന്ന് പറയുമ്പോൾ ഒരുപാടധികം ട്രേഡുകൾ ഒരുമിച്ചെടുത്ത് അതൊരു നിശ്ചിത ടാർഗറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്തും നമുക്ക് ലോസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ റിസ്ക് കുറവാണ്, എന്നാൽ പ്രോഫിറ്റും കുറവായിരിക്കും. ഇതൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിൻ്റെ പ്രവർത്തനം നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോബോട്ടിൻ്റെ പ്രവർത്തനം, അതായത് ഇതിൽ ഒരു എൻട്രി വീഴുന്ന സമയത്ത് അതേ ദിശയിലേക്ക് ആണ് പലപ്പോഴും ഈ ട്രേഡിംഗ് പോകുന്നത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. എന്നാൽ റിയൽ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ കാശ് മുടക്കി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഇത് ചാർട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേൽ പറഞ്ഞതുപോലെ ലോസിൻ്റെ സാധ്യതകൾ വളരെ കുറച്ചുകൊണ്ട് ലാഭത്തിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മാസത്തിൽ തന്നെ ഇത് ട്രേഡ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ ഡബിളാകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു 2 മാസത്തെ ട്രേഡിങ്ങിൽ തന്നെ പലതവണ ഈ അക്കൗണ്ട് 1000 ടച്ച് ചെയ്തിട്ട് വീണ്ടും അത് താഴേക്ക് പോയത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അതുപോലെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും ബ്രേക്ക് ഈവനുമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ട്രേഡിങ് നമ്മളെ അക്കൗണ്ടിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള നല്ല ട്രേഡിംഗ് സോഫ്റ്റ്വെയറിനൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1000-ആയിരക്കണക്കിനൊക്കെ ഡോളറാണ് എല്ലാ വെബ്സൈറ്റുകളിലും വിലയുള്ളത്. എന്നാൽ അതിൻ്റെ പേര് അതേപോലെ കോപ്പി അടിച്ച് അതിൻ്റെ ഡ്യൂപ്ലി എന്ന രീതിയിൽ ഇത് ആ പറയപ്പെട്ട അതേ ഒറിജിനൽ തന്നെയാണെന്ന വ്യാജേന $1, $2, $5 അല്ലെങ്കിൽ 500 രൂപക്കും 1000 രൂപക്കുമൊക്കെ പല വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇതേപോലെ ആദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡെമോ അക്കൗണ്ടിൽ 1 മാസമെങ്കിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് അത് നന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ റിയൽ അക്കൗണ്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ ലാഭകരമായി എങ്ങനെ യൂസ് ചെയ്യാമെന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു മൊത്തം ഒരു രൂപരേഖ, എത്ര ട്രേഡ് ബൈ ഇട്ടു, എത്ര സെല്ലിട്ടു, അതിൽ എത്രണ്ണം പ്രോഫിറ്റായി, മാക്സിമം ഡ്രോ ഡൗൺ എത്ര വരെ പോയി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്യാപിറ്റൽ 500-ൽ നിന്ന് തുടങ്ങി ഇത് അവസാനിക്കുന്ന സമയത്ത് എത്രയാണ് ഉണ്ടായത്, മൊത്തം സ്റ്റോപ്പ് ലോസ് അടിഞ്ഞ് നഷ്ടം എത്ര സംഭവിച്ചു, മൊത്തത്തിൽ ടാർഗറ്റ് അടിച്ച് എത്ര ലാഭം കിട്ടി, ഈ ലാഭം നഷ്ടം കഴിച്ച് ബാക്കി എത്രയുണ്ട് തുടങ്ങി ഒരു ട്രേഡിങ്ങിൻ്റെ പൂർണ്ണമായ ഹിസ്റ്ററി, അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള ഹിസ്റ്ററി നിങ്ങൾക്കവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു വർഷത്തെ കഴിഞ്ഞ വർഷം 2024 ജൂൺ 15 മുതൽ ഈ വർഷം 2025 ജൂൺ 15 വരെയുള്ള ഈ ഒരു കാലയളവിലെ ബാക്ക് ടെസ്റ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അത് ഈ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കിതിനെ ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ
ഇത്തരത്തിൽ ട്രേഡിങ്ങിൻ്റെ നല്ലൊരു സോഫ്റ്റ്വെയർ അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇവിടെ നിന്നങ്ങോട്ട് വോയിസ് കട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഇത്തരം വീഡിയോകൾക്കൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.